dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഷബ്ന. ഇന്ന് ചെയ്യുന്നത് ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് ഉള്ള ഒരു അടിപൊളി നെക്ലസ് ആണ്. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഇന്ന് ആവശ്യമെന്ന് ആദ്യം നോക്കാം. ക്രിസ്റ്റൽസ് ആണ്. വൈറ്റ് കളർ, റെഡ് കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, വലുതും ചെറുതും ഉണ്ട്. പിന്നെ ഹുക്ക്, ജംബറി, ദെൻ ഗിയർ ലോക്ക്, പിന്നെ ഗിയർ വയർ. അപ്പോൾ ഗിയർ വയർ ഗോൾഡൻ കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ കട്ടർ ആൻഡ് പ്ലേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഗിയർ വയർ എടുക്കാം. ഗിയർ വയർ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടേ അത്രയും കട്ട് ചെയ്തെടുക്കാം. അത് ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ അത്രയും ലെങ്ത്ത് എടുക്കാം. നെക്ലസ് പോലെ ചെറുതാണ് ചെയ്യേണ്ടതെങ്കിൽ അത്രയും ലെങ്ത്ത് മതി. അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ലെങ്ത്ത് എടുക്കാം. പിന്നെ വേണ്ടത് ക്രിസ്റ്റൽസ് ആണ്. ഈ കുറച്ച് വലിയ സൈസ് ക്രിസ്റ്റൽസ് ആണ്. ഞാൻ 2mm 4mm ഒക്കെ സൈസ് വരുന്ന ക്രിസ്റ്റൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വലിയ ക്രിസ്റ്റൽസ് ആദ്യം നമുക്ക് കോർക്കാം. ഓക്കെ, ഇത് കോർത്ത് കഴിഞ്ഞാൽ ഈ ക്രിസ്റ്റൽസിന് പകരം മുത്ത് വേണമെങ്കിൽ നമ്മൾ സാധാരണ മുത്തുണ്ടല്ലോ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ക്രിസ്റ്റൽസ് ആകുമ്പോൾ കുറച്ചുകൂടി തിളക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രിസ്റ്റൽസ് ഫുള്ളായിട്ട് നമുക്ക് ആദ്യം കോർക്കാം. കോർത്ത് കഴിഞ്ഞു. ഞാനിതിൽ 12 ക്രിസ്റ്റൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇടയിലൂടെ കോർക്കാൻ വേണ്ടിയുള്ള ഗിയർ വയർ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസുകൾ കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ എടുക്കുന്ന ഈ ലെങ്ത്ത്, അതായത് അതും നമുക്ക് എത്രത്തോളം ലെങ്ത്ത് താഴോട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കണോ അതിനനുസരിച്ചിട്ട് ലെങ്ത്ത് നമുക്ക് എടുക്കാം. ഞാൻ ഈ ലെങ്ത്തിൽ ഉള്ള 11 പീസസാണ് എടുത്തിരിക്കുന്നത്. അത് 12 മുത്തിൻ്റെ ഇടയിലാണ് നമുക്ക് ഇടേണ്ടത്. അപ്പോൾ 12 മുത്ത് കോർത്ത കാരണം 11 പീസാണ് ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇടയിൽ ഈ ഗിയർ വയർ കോർക്കാം. അപ്പോൾ ഈ ഗിയർ വയർ എങ്ങനെ കോർക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ ഇടയിൽ കൊണ്ട് വെക്കുക. അതിനുശേഷം ഇതിലോട്ട് നെക്സ്റ്റ് വലുപ്പമുള്ള മുത്ത്, റെഡ് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് കോർക്കാം. അപ്പോൾ ഈ 2 വയറിൻ്റെ ഉള്ളിൽ കൂടിയും നമുക്ക് മുത്ത് കോർക്കാം. മുത്ത് കോർത്ത ശേഷം നന്നായി ടൈറ്റ് ചെയ്യാം. നല്ല ടൈറ്റ് ചെയ്ത് വെച്ച ശേഷം ഗിയർ ലോക്ക് എടുത്ത് ഗിയർ ലോക്ക് ഈ മുത്ത് കോർത്ത പോലെ തന്നെ 2 വയറിൻ്റെ ഉള്ളിൽ കൂടി ഗിയർ ലോക്കും കൂടി കോർക്കാം. ഗിയർ ലോക്ക് കോർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ട് അത് പ്രസ് ചെയ്ത് അവിടെ ടൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അതാണ് മെയിൻ പ്രൊസീജിയർ ഇതിൽ ചെയ്യുന്നത്. കംപ്ലീറ്റ് എല്ലാവിടെയും നമ്മൾ ഗിയർ ലോക്ക് ഇട്ടിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുക ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് മുത്ത് കോർത്തു, ഗിയർ ലോക്ക് കോർത്തു, അതിനുശേഷം പ്ലെയർ യൂസ് ചെയ്തിട്ട് അവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചു. ഇനി അത് മുത്ത് താഴോട്ട് ഊരി വരില്ല. ഇനി ഈ 2 വയറിലും ഈ 2 ഗിയർ വയറിലും നമുക്ക് ക്രിസ്റ്റൽസ് കോർക്കണം. അപ്പോൾ ഇതിൽ കുഞ്ഞു ക്രിസ്റ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ കളർ കോമ്പിനേഷൻ റെഡും വൈറ്റും ആണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ, റെഡ്, ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ, വൈറ്റ്, ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗിയർ ലോക്ക് കോർത്ത പോലെ തന്നെ ഇതിൽ ഗിയർ വയറിൽ ഒരു കുഞ്ഞ് ക്രിസ്റ്റൽസ് കോർത്ത ശേഷം ഗിയർ ലോക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ടിപ്പിലിട്ട് വയറിൻ്റെ ഏറ്റവും അറ്റത്താണ് നമ്മൾ ഈ ഗിയർ ലോക്ക് ലോക്ക് ചെയ്യേണ്ടത്. അപ്പോഴേ നമ്മൾ ഇടുന്ന സമയത്ത് ഈ മുത്തുകളെല്ലാം ഏറ്റവും താഴെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വണ്ണിൽ നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പോൾ റെഡ് ക്രിസ്റ്റൽ കോർത്ത പോലെ വൈറ്റ് കളർ കുഞ്ഞ് ക്രിസ്റ്റൽ കോർക്കാം. അതിനുശേഷം ഇതേപോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ വയർ ഇപ്പോൾ 2 ലെങ്ത്തും സെയിം ആണ്. എല്ലാ വയറും ഒരേപോലെ ഇറക്കത്തിലും ക്രിസ്റ്റൽ താഴെ വന്ന് ഒരേപോലെ കിടക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരേ ലെങ്ത്തിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാനൊന്ന് റെഡ് കുറച്ച് താഴെ വൈറ്റ് കുറച്ച് കയറി നിൽക്കുന്ന പോലെ വരാൻ വേണ്ടിയിട്ട് ഈ ഗിയർ ലോക്ക് രണ്ടാമത്തേൽ കുറച്ച് മുകളിലോട്ട് വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിങ്ങനെ അറ്റത്ത് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ കുറച്ച് മേലെ കയറ്റിയിട്ട് വെക്കാം. അപ്പോൾ മേലെ ആകുമ്പോൾ വെള്ള ക്രിസ്റ്റൽ നമുക്ക് താഴോട്ട് വരുമ്പോൾ ആ അളവിലേ നിൽക്കുകയുള്ളൂ. നമുക്ക് താഴെ വരെ വേണമെന്നുണ്ട് പറഞ്ഞാൽ ഒരേ ലെങ്ത്ത് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരേ ലെങ്ത്തിൽ അങ്ങനെ ചെയ്ത് പോകാം. അപ്പോൾ ഇങ്ങനെ മേലെ കയറ്റി വെച്ച ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന വേറെ ആവശ്യമില്ല, അത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് മുഴുവനായിട്ട് കോർത്തെടുക്കണം. അതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിലെ ഈ വീഡിയോയിൽ എനിക്ക് അത്രയും ഭംഗി കാണിക്കാൻ പറ്റുന്നില്ല, അത് അത്രയും കാണുന്നില്ല. ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഈ ക്രിസ്റ്റലൊക്കെ നല്ല തിളക്കമാണ്. അപ്പോൾ ഇത് കോർത്ത പോലെ തന്നെ നമ്മൾ എല്ലാ മുത്തുകളുടെ ഇടയിലും, അതായത് വലിയ ക്രിസ്റ്റൽ ഉണ്ടല്ലോ അതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ ഇതേപോലെ കോർക്കുക, ഗിയർ വയർ കോർക്കുക, അതിനുശേഷം ഒരു ക്രിസ്റ്റൽ കോർക്കാം. വീണ്ടും ഈ ഗിയർ ലോക്ക് ഇട്ട് ടൈറ്റ് ചെയ്ത ശേഷം ഈ 2 വയറിലും കുഞ്ഞ് 2 വയറിലും ഇതേപോലെ തന്നെ ഓരോ കുഞ്ഞ് ക്രിസ്റ്റൽസ് കോർത്ത് ഗിയർ ലോക്ക് ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം.
അപ്പോൾ അതിൻ്റെ ലെങ്ത് ഇതേപോലെ തന്നെ ഏറ്റവും എൻഡിൽ വന്നിട്ട് വേണമെങ്കിൽ ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മിഡിലോ വേണമെങ്കിൽ ലോക്ക് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ചെയ്യാം കേട്ടോ. അതിപ്പോൾ വൈറ്റ് ഏറ്റവും താഴെ വരുന്ന പോലെ ചെയ്തെങ്കിൽ നെക്സ്റ്റ് വണ്ണിൽ റെഡ് ഹാഫിൽ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിൽ ഞാനൊരു കോമൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ ഒരേ ലെവലിലാണ് ചെയ്യുന്നത്. വൈറ്റിൻ്റെ മാത്രം ചിലത് കുറച്ച് കയറിയിട്ട് കുറച്ച് ഇറങ്ങിയിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നടുവിൽ മാത്രം ഒരു 3-4 ഒരേപോലെ ചെയ്തിട്ട് 2 സൈഡിലോട്ട് ലെങ്ത്ത് കുറയുന്ന പോലെ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ മൊത്തം കോർത്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കഷ്ടമൊക്കെ തോന്നും, പക്ഷേ നല്ല ഭംഗിയാണ്. ചെയ്ത ഇത്ര ക്ഷമ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കോർത്ത് കഴിഞ്ഞു. ഇനി ഹുക്ക് ഇതിലോട്ട് കോർക്കുക, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മുടെ അടിപൊളി നെക്ലസ് ഇഷ്ടമാവും. പക്ഷേ നല്ല ഇഷ്ടമായി എനിക്ക് കിട്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. നമുക്ക് ഈ ഷോപ്പിലൊന്നും പോയിട്ട് ഞാൻ ഇങ്ങനത്തെ ഡിസൈൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഹുക്ക് കോർക്കാൻ നമുക്ക് ഇതേപോലെ തന്നെ ഫസ്റ്റ് ഗിയർ ലോക്ക് ഒന്ന് കോർത്ത ശേഷം ഈ ജമ്പ് റിങ്, അതായത് വട്ടക്കണ്ണി കോർക്കാം. എന്നിട്ട് ഈ ഗിയർ വയർ വീണ്ടും ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. എടുത്ത് നന്നായി വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് പ്ലെയർ യൂസ് ചെയ്തിട്ട് ഗിയർ ലോക്ക് പ്രസ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എല്ലാ ഡിസൈൻ, നമ്മൾ ഏത് ഡിസൈൻ ചെയ്യുകയാണെങ്കിലും ഈ ഹുക്ക് കോർക്കുന്നത് ഇതേ സെയിം മെത്തേഡാണ്. ഇതുപോലെ ഗിയർ വയറിൽ കോർത്തിട്ട് വീണ്ടും ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ എടുത്ത് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്ന വയർ നമുക്ക് കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഒരു ഭാഗം റെഡിയായി. ഇനി മറ്റേ ഭാഗത്തു കൂടി നമുക്ക് ഹുക്ക് കോർക്കാം. ഇതേപോലെ തന്നെ ആ ഭാഗത്തും ഗിയർ ലോക്ക് ഇടുക. വീണ്ടും ഈ ഹുക്ക് കോർത്ത ശേഷം ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ തിരിച്ചെടുത്തിട്ട് നമ്മൾ ലോക്ക് ചെയ്യാണ്. നല്ല ടൈറ്റ് ചെയ്തിട്ട് പ്ലെയർ യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് അതും ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നെക്ലസ് റെഡിയായി. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു സിംഗിൾ പീസ് മാത്രമായിട്ട് ചെയ്തിട്ട് നമുക്ക് കമ്മൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് സെറ്റായിട്ട് കമ്മൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഇതേപോലെ തന്നെ നമ്മൾ കോർത്തില്ലേ, അതിൽ ഫസ്റ്റ് ഈ ഒരു കുഞ്ഞ് ഗിയർ വയർ എടുത്തിട്ട് ഇതേപോലെ ഒരു കുഞ്ഞ് ക്രിസ്റ്റൽ റെഡും വൈറ്റും കോർത്ത ആ ഒരു സെറ്റ് മാത്രം എടുത്തിട്ട് മുകളിൽ ഒരു ലൂപ്പ് ഉണ്ടാക്കിയാൽ മതി. ഗിയർ വയർ വെച്ചിട്ട് തന്നെ ഒരു ലൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇയർ ഹുക്ക് അതിലോട്ട് കോർത്ത് കഴിഞ്ഞാൽ നമുക്കിതിന് സെറ്റായിട്ടുള്ള കമ്മലും അതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് ശരിക്കും ക്രൗണൊക്കെ ഉണ്ടാക്കാനത് തലയിൽ സ്ലൈഡിലും ഒക്കെ ഈ ഡിസൈൻ ചെയ്താൽ നന്നായിരിക്കും. ഇതിങ്ങനെ എന്താ പറയുക, ചെറുതായിട്ടൊക്കെ സ്ലൈഡിൻ്റെ അറ്റത്തൊക്കെ ഈ ഡിസൈൻ ചെയ്താലും നമുക്ക് ഹെയർ പിന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ മെത്തേഡ് മനസ്സിലായ സ്ഥിതിക്ക് എല്ലാവരും ട്രൈ ചെയ്യണം. ഈ നെക്ലസ് മാത്രമല്ല, കമ്മലും സ്ലൈഡും അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ ഡിസൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയല്ലേ സാധനം? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസും സജഷൻസും ഒപ്പീനിയൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള നല്ല അടിപൊളി ഡിസൈൻസായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, എങ്കിലേ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. Thank you.